2025 കഴിയാറായി. നമ്മളിൽ ഒരുപാട് പേര് ഗോൾസ് എല്ലാം സെറ്റ് ചെയ്ത് ന്യൂ റെസൊല്യൂഷൻ എല്ലാം എടുത്ത് അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തവരായിരിക്കും. പക്ഷേ ഇന്നത്തെ വീഡിയോ ഇത്തരത്തിൽ ഗോൾ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടും അത് അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ഗോൾ സെറ്റിങ്സ് എല്ലാം ചെയ്ത് അതിനു വേണ്ടി ഒരു 2-3 വീക്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഇത് പലപ്പോഴും സെൽഫ് ക്രിറ്റിസിസം എന്ന രീതിയിലേക്ക് അത് മാറാറുണ്ട്. അതായത് എനിക്കിത് സാധിക്കാതെ വരുമ്പോൾ ഞാനൊരു ലേസി ചെയ്തുകൊണ്ടാണോ, എനിക്ക് ടൈം മാനേജ്മെൻറ്റ് സ്കിൽ ഇല്ലാത്തത് കൊണ്ടാണോ, അതുപോലെ തന്നെ എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല, ഇത്തരത്തിൽ ഒരുപാട് സെൽഫ് ക്രിറ്റിസിസം എന്ന രീതിയിലേക്ക് ഇത് മാറാറുണ്ട്. എനിക്കൊരു ടാസ്ക് ചെയ്യണം, അത് ചെയ്യാതിരുന്നാലുള്ള കോൺസിക്വൻസ് എനിക്കറിയാം, പക്ഷെ എനിക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. അൺനെസസറി ആയിട്ട് അത് ഡിലേ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഒരു റീൽസ് വാച്ച് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിൽ മൂവി കാണുമ്പോൾ, ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ, ഷുഗർ കഴിക്കുമ്പോഴൊന്നും നമുക്ക് ഇത്തരത്തിൽ ടാസ്ക് ഡിലേ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാറില്ല. ഇത് പലപ്പോഴും നമ്മുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്ലഷർ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടും പെയിൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇത്തരത്തിലുള്ള ഇൻസ്റ്റൻ്റായിട്ട് മോട്ടിവേഷൻ ലഭിക്കുന്ന ടാസ്കുകൾ ചെയ്യാനുള്ള ബ്രെയിൻ്റെ മോട്ടിവേഷൻ പലപ്പോഴും കൂടുതലായിരിക്കും. ടാസ്ക് ഡിലേ ചെയ്യുന്നത് 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് സിനാരിയോ എന്ന് പറയുന്നത്, ഒരു ടാസ്കിന് ഡെഡ് ലൈൻ ഉണ്ടെങ്കിൽ പലപ്പോഴും ആ ടാസ്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ കൂടുതലായിരിക്കും. കാരണം ഡെഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മളെ പാനിക് ആക്കുകയും ആ ഡേറ്റിന് മുന്നോ ആ ഡേറ്റിൻ്റെ അന്നോ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇത്തരത്തിൽ ഒരു ഡെഡ് ലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ടാസ്കുകൾ ഒരു 90% പേരും കംപ്ലീറ്റ് ചെയ്യും. ഇവിടെയാണ് സെക്കൻഡ് സിനാരിയോ ആയ ഒരു ഡെഡ് ലൈൻ ഇല്ലാതെ വരുന്ന ടാസ്കുകൾ. ഇത് പലപ്പോഴും ഒരുപാട് നാൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കരിയർ ആയിരിക്കാം, അതല്ലെങ്കിൽ കരിയറിലൊരു പ്രൊമോഷൻ ആയിരിക്കാം, അതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പോ, ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഹെൽത്ത് വൈസ് നല്ല രീതിയിൽ ഒന്ന് കെയർ ചെയ്യണം, എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം. ഇത് പലപ്പോഴും നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളായിരിക്കും. ആഗ്രഹിച്ച രീതിയിൽ ലൈഫ് ജീവിക്കാൻ സാധിക്കാതെ ഒരുപാട് പേര് നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ എല്ലാം ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് അവർക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കാത്തതിലല്ല, അതിനുവേണ്ടി ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ സാധിക്കാത്തതിലോ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ സാധിക്കാത്തതിലോ ആണ്. ഗോൾ സെറ്റിങ്സ് എല്ലാം ചെയ്ത് അതിനുവേണ്ടി 2-3 വീക്സ് എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടും അത് നേടാൻ സാധിക്കാതെ വരുന്നത് നിങ്ങൾ ലേസി ആയതുകൊണ്ടോ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് ഇല്ലാത്തത് കൊണ്ടോ അല്ല. പലപ്പോഴും കോമൺ ആയി കേൾക്കുന്ന റീസൺസ് എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ, അതുപോലെ തന്നെ പെർഫെക്ഷനിസം, ആ ടാസ്ക് എങ്ങനെ ചെയ്തു തുടങ്ങും എന്നുള്ള കൺഫ്യൂഷൻ എന്നിങ്ങനെയാണ്. വളരെ ഡീപ്പായി അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ആണെന്ന് അറിഞ്ഞിട്ടും ഇതെൻ്റെ ഡ്രീമാണ്, എൻ്റെ ഗോളാണ് എന്ന് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിട്ടും ഇത് ഫോളോ ചെയ്യാതിരിക്കുന്നത് പലപ്പോഴും ഇത് ചൈൽഡ്ഹുഡിൽ നിന്ന് ലേൺ ചെയ്യുന്ന പാറ്റേൺസ്, അതുപോലെ തന്നെ ബിലീവ്സ്, അതുപോലെ തന്നെ കണ്ടീഷനിങ്, ഇതെല്ലാം കാരണമായിരിക്കും. വളരെ നെഗറ്റീവായി പാസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തി പിന്നീട് ആ സെയിം ടാസ്ക് ചെയ്യാതിരിക്കാനോ പോസ്റ്റ്പോണ്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. ഇത് നമ്മളിൽ പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. വളരെ ആഗ്രഹിച്ച് ഒരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ട് അതിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് ലഭിച്ചതെങ്കിൽ പിന്നീട് ആ സെയിം ടാസ്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവും പോസ്റ്റ്പോണ്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. വാട്ട് ഇഫ് ഐ ഫെയിൽ? പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോവാതിരിക്കുന്നത്, ഞാൻ ഫെയിലായി കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അത് മറ്റുള്ളവരുടെ മുന്നിൽ ഞാനൊരു മോശം വ്യക്തിയാവും, അങ്ങനെ ഫേസ് ചെയ്യാനുള്ളൊരു ഫിയർ കാരണം കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഗോൾസ് നമ്മൾ പോസ്റ്റ്പോണ്ട് ചെയ്യുന്നതും അത് ഇനീഷ്യേറ്റീവ് പോലും ചെയ്യാതിരിക്കുന്നതും. എനിക്കൊരു ബിസിനസ് ചെയ്യാനുള്ള ഐഡിയ ഉണ്ട്, പക്ഷെ ഞാൻ സ്മാർട്ടല്ല, എനിക്കതിനുള്ള കഴിവില്ല, എനിക്ക് സ്കില്ലില്ല, ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സെൽഫ് ബിലീവ്സ് കൊണ്ട് നടക്കുന്ന വ്യക്തിക്ക് പലപ്പോഴും അവരുടെ ഡ്രീംസ് ഫോളോ ചെയ്യാൻ സാധിക്കാറില്ല. പാരൻസിൻ്റെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ചൈൽഡിൽ ഒരു പെർഫോമൻസ് ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് ഈ ചൈൽഡിൻ്റെ അഡൾട്ട് ലൈഫിലും ഈ സെയിം പാറ്റേൺ കാണാൻ സാധിക്കുന്നതാണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പക്ഷേ പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് അത് പെർഫോം ചെയ്യാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ ഒരു കരിയർ ഷിഫ്റ്റ് ചെയ്യണം, ഇത് പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ആവുമോ, ഇത്തരത്തിലുള്ള ഫിയർ പലപ്പോഴും ഒരു ഗോൾ അച്ചീവ് ചെയ്യാനോ അതുപോലെ തന്നെ ഒരു ഗോള് പോസ്റ്റ്പോണ്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പാരൻസിൻ്റെ വാലിഡേഷനും അപ്രീസിയേഷനും ചൈൽഡിന് ലഭിക്കുന്നത് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിൽ ഈ സെയിം പാറ്റേൺ അഡൾട്ട് ലൈഫിലും കാണാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.
ഇങ്ങനെയുള്ള അഡൾട്ടാണ് പലപ്പോഴും ഒരു പുതിയതായിട്ടുള്ള കാര്യം ചെയ്ത് നോക്കാതിരിക്കുകയും അതുപോലെ തന്നെ റിസൾട്ട് കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ഫിയർ കാരണം കൊണ്ട് പല ഡ്രീംസും ഫോളോ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ്, പാറ്റേൺ, ബിലീഫ്സ് ഇതെല്ലാം ഓരോ വ്യക്തികളിലും ഡിഫറൻ്റ് ആയിരിക്കും. ഇവ ഐഡൻറ്റിഫൈ ചെയ്ത് എംപവറിംഗ് ആയിട്ടുള്ള പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിലൂടെ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളും ഡ്രീംസും ഇതെല്ലാം ഫോളോ ചെയ്യാനും ഫുൾഫിൽ ചെയ്യാനും സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിലുള്ള ഹിഡൻ ആയിട്ടുള്ള പാറ്റേൺസ്, ബിലീഫ്സ് ഇതെല്ലാം കണ്ടെത്തി നിങ്ങളുടെ ഡ്രീം എന്താണോ അതിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക.